സംഖ്യാശാസ്ത്രവും നമ്മളും ഈയൊരു വിഷയമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു പക്കാ തൃശ്ശൂർക്കാരിയാണ്. 62 വർഷം സംസാരിച്ച ശൈലി പെട്ടെന്നൊന്നും മാറില്ല. അതുകൊണ്ട് മനസ്സിലാകാതെ വരുന്ന കാര്യങ്ങൾ എടുത്ത് ചോദിക്കാൻ മടി കാണിക്കണ്ട. ഇതറിയണമെന്നുള്ളവർ അത് ചോദിച്ചാൽ പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. ഇന്ന് എവിടെ തിരിഞ്ഞാലും കേൾക്കുന്ന ഒരു കാര്യമാണ് ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രം. ഞാനിത് പഠിക്കാൻ ഇടയായത്, ഞാനൊരു അസ്ട്രോളജറാണ്, അതുപോലെ വാസ്തു നോക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു അസ്ട്രോളജിയിലും ജ്യോതിഷത്തിലും വാസ്തുവിലും വളരെയധികം ഇമ്പോർട്ടൻസ് ന്യൂമറോളജിക്ക് ഉണ്ടെന്ന് മനസ്സിലായിട്ട് ഞാനതിനെ പഠിക്കാമെന്ന് തീരുമാനിച്ചതാണ്. വളരെയധികം ആഗ്രഹം കൊണ്ട്, പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ജ്യോതിഷം പഠിച്ചത്. ഇനി നമുക്ക് ഇത് വളരെ പുരാതന കാലം മുതൽക്ക് ഈ സംഖ്യാശാസ്ത്രമുണ്ട്. പക്ഷെ നമ്മളാരും അതിനെ ഗൗനിച്ചില്ല, അതിന് പ്രാധാന്യം കൊടുത്തില്ല. എന്നാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ മാത്രമാണ് ഈ ഒരു സംഖ്യാശാസ്ത്രത്തെ അവഗണിച്ചിട്ടുള്ളൂ. ഒരുപാട് വലിയ സ്വാതി തിരുനാൾ മുതലായിട്ടുള്ള വ്യക്തികളും അതുപോലുള്ള വലിയ വലിയ രാജകൊട്ടാരങ്ങളിൽ ഇവർ ഈ സംഖ്യയ്ക്ക്, ജനിച്ച തീയതിക്കുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത്, പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരവിടെ ഏത് ചർച്ചകളും ഏത് നിയമങ്ങളും അതുപോലെ എല്ലാം ഭരണ രീതികൾ തന്നെ നടത്തിയിരുന്നത് സംഖ്യാശാസ്ത്രത്തിനനുസരിച്ചിട്ടായിരുന്നു. അതിന് തെളിവ് അടക്കം ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ചിട്ട് അറിയാനായിട്ട് നമ്മളെ സഹായിച്ചു എന്ന് പറയുന്നത് സിനിമ ഫീൽഡിലുള്ള വ്യക്തികളാണ്. പലവരും അവരുടെ പേരിലുള്ള മാറ്റം വരുത്തിക്കൊണ്ട് വളരെ പ്രസിദ്ധമായി എന്നറിയിച്ചുകൊണ്ട്, അത് ഉത്തരേന്ത്യനാണെങ്കിലും മലയാളികളാണ്, ദക്ഷിണേന്ത്യ ഏത് തരത്തിലുള്ളവരാണെങ്കിലും വളരെയധികം മാറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. അതുപോലെ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ മലയാളത്തിൽ ഒരു നടനെ എനിക്ക് ഓർമ്മയുണ്ട്, നരേൻ എന്ന് പറയുന്ന അവരുടെ എന്തായിരുന്നു എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഈ നരേൻ എന്നുള്ള പേരോടുകൂടി ഈ വ്യക്തി ഫേമസ് ആയി, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഈ ഒരു ഫീൽഡല്ല മറ്റേത് ഫീൽഡാണെങ്കിലും വിജയിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ജ്യോതിഷത്തിലെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഓരോ ഗ്രഹത്തിനും ഓരോ നമ്പറുണ്ട്. 1 മുതൽ 9 വരെയുള്ള നമ്പറുകളും നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ എനർജിയാണ്. ടാറോ കാർഡാണെങ്കിലും പെൻഡുലമാണെങ്കിലും അതുപോലെയുള്ള മറ്റുള്ള ഏത് ഓക്കൽ സയൻസുകളാണെങ്കിലും എനർജിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാനൊരു അസ്ട്രോളജർ ആയിരിക്കാം, പക്ഷേ എനർജി ബേസ്ഡ് ആയിട്ട് ഒരു കാര്യത്തെ ചിന്തിക്കാനാണ് ഞാൻ ഇന്ന് ഇഷ്ടപ്പെടുന്നത്. കാരണം അന്നത്തെ അതാത് വ്യക്തിയുടെ ആ ഗ്രഹനിലയിൽ ആ വ്യക്തിയുടെ എനർജി കൂടെ ഞാൻ നോക്കിക്കൊണ്ടാണ് ഞാനിവിടെ ജാതകം നോക്കുന്നത്. വെറും ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒതുക്കിയിട്ടുള്ള ഒരു സംഭവമല്ല സംഖ്യാശാസ്ത്രം. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നന്നായി പറയാനുണ്ട്. വെറും ഒരു തമാശയ്ക്ക് സാധാരണ ഒന്ന് പഠിക്കാനാണെങ്കിൽ വെറുതെ നമുക്ക് പഠിക്കാം. സാധാരണ ഇപ്പോൾ കുട്ടികൾക്ക് പേരിടാൻ, കടകൾക്ക് പേരിടാൻ ഒക്കെ ഇപ്പോൾ സംഖ്യാശാസ്ത്രം അന്വേഷിച്ച് വരുന്നത് ന്യൂമറോളജി പ്രകാരം. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുക എന്താണ്, നിങ്ങളുടെ നാളെന്താണ്? അപ്പോൾ ജ്യോതിഷമായി അല്ലേ? നിങ്ങൾ ജനിച്ച ടൈമല്ല ചോദിക്കുക, നിങ്ങൾ ഏത് ദിവസമാണ് ജനിച്ചത്. അപ്പം ജ്യോതിഷവുമായി കണക്റ്റഡാണ്. ഇനി എവിടെയാണ് ഇരിക്കാൻ പോകുന്നത്, ഏതാണ് കട തുടങ്ങാൻ പോകുന്നതെങ്കിൽ എവിടെയാണ്, ഏത് ഭാഗത്താണ്. അപ്പോൾ നമ്മൾ അവരുടെ ആ ഗ്രഹനില എടുത്ത് നോക്കിക്കൊണ്ട് ഏതാണ് അതിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിലേതാണ് നീചമായി നിൽക്കുന്നത്. നീചമായൊരു ഗ്രഹത്തിന് ജാതകത്തിൽ യാതൊരു വിധത്തിലും ഫലമില്ലാതെ നിൽക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ജനിച്ച തീയതി വെച്ചുകൊണ്ടുള്ള ന്യൂമറോളജി പ്രകാരം സംഖ്യാ പരിവർത്തനം നടത്തുന്ന സമയത്ത് അഥവാ നാമപരിവർത്തനം നടത്തുന്ന സമയത്ത് മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കാം. പ്രധാനമായിട്ടും ഇത് 3 ഭാഗമായിട്ടാണ് പറയണത്. ജന്മസംഖ്യ, വിധിസംഖ്യ, നാമസംഖ്യ.
ഞാനിവിടെ പല വിധത്തിൽ ഇത് പണ്ട് എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കോളൂ. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അതിൽ നമുക്ക് പറയാവുന്നത്, ഇപ്പോൾ ആദ്യം ഞാൻ ജന്മസംഖ്യയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ജനിച്ചത് ഏത് തീയതിയാണെന്ന് നോക്കിക്കൊണ്ട് നമുക്കൊരു സംഖ്യയിലെത്താൻ സാധിക്കും. ആ ഒരു നമ്പറിലുള്ള അല്ലെങ്കിൽ ആ തീയതിയിലുള്ള ഗ്രഹം ഏതാണെന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. ആ ഗ്രഹത്തിൻ്റെ കളർ ഏതാണെന്ന് നോക്കാൻ സാധിക്കും. അതിൻ്റെ ദിശ ഏതാണെന്ന് അറിയണം. അങ്ങനെ പോവുകയാണ് ഒരു വാല് പോലെ. അതാണ് ഞാൻ പറഞ്ഞത്, ആധികാരികമായി കുറേ പഠിക്കാനുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഏതെങ്കിലും ഒരു ജാതകത്തിലെ ജന്മസംഖ്യ നോക്കാം. നക്ഷത്രമല്ല, ജന്മസംഖ്യ. പലരും പറയുന്നത് ജന്മസംഖ്യ നോക്കുന്നത് ജന്മനക്ഷത്രം നോക്കിയാണെന്നാണ്. തെറ്റായ ധാരണയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് DOB നോക്കിയിട്ടാണ് നമ്മൾ ജന്മനക്ഷത്രം പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാൻ ആരുടെയും ഇപ്പം എടുക്കാനില്ലാത്തതുകൊണ്ട് എൻ്റെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാം. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 21/7/1964. ഇതാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ എല്ലാം. അപ്പോൾ 21 മാത്രം ജന്മസംഖ്യയാണ് നമുക്ക് നോക്കണ്ടേ അല്ലേ? അപ്പോൾ 21 എന്നുള്ള അക്ഷരം മാത്രം നമ്പറുകൾ മാത്രമേ എടുക്കുക. 2 + 1 = 3 എന്നുള്ള ഒരു ഉത്തരം അതിൽ നിന്ന് കിട്ടും. അതായത് 21 എന്ന് പറയുമ്പോൾ 2 + 1 3. അപ്പോൾ എൻ്റെ ജന്മസംഖ്യ ഏതാണ്? 3 അല്ലേ? എൻ്റെ ജന്മസംഖ്യ 3. അപ്പോൾ ജന്മസംഖ്യയും വിധിസംഖ്യയും നാമസംഖ്യയും ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്കൊരു പരിവർത്തനം ഉണ്ടാവുന്നു, ഭാഗ്യമുണ്ടാവുന്നു എന്നൊക്കെ പറയുന്നത്. ഈ 3 കൂടെ ഒരുമിച്ച് വരുന്നൊരു വളരെ വളരെ അപൂർവമാണ്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ജന്മസംഖ്യ നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഡേറ്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജന്മസംഖ്യ കിട്ടി. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് വിധിസംഖ്യയാണ്. വിധിസംഖ്യ അപ്പോൾ ഇത് തന്നെ നോക്കാം. 21. അപ്പോൾ 21 പറയുമ്പോൾ 2 + 1 + 7 + 1 + 9 + 6 + 4. നിങ്ങൾ കൂട്ടി നോക്കിക്കോളൂ എത്രയാണ് വരാമെന്ന്. = 30 എന്നാണ് ഉത്തരം വരിക. അപ്പോൾ വിധിസംഖ്യയിലും വിധി എന്നെ അനുകൂലിച്ചിരിക്കുന്നു, വ്യാഴം എന്നെ അനുകൂലിച്ചിരിക്കുന്നു. എന്താണ് എൻ്റെ വിധിസംഖ്യ എത്രയാണ്? 3 തന്നെയാണ്. ഭാഗ്യം കൊണ്ട് എൻ്റെ ജന്മസംഖ്യയും വിധിസംഖ്യയും ഒന്നായി വന്നു. ഇത് ഒരുമിച്ച് വരണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. കാരണം എന്താണ്? നമ്മൾ ജനിക്കുന്ന എപ്പോഴാണെന്ന് നമുക്കെങ്ങനെ അറിയാം? ഏത് ദിവസമാണ് ജനിക്കുകയെന്ന് എങ്ങനെ അറിയാം? അറിയില്ല. അപ്പോൾ ജനിച്ചത് ഒരു 21 എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ വന്നുവെങ്കിൽ അതൊരു നിയോഗമാണ്, ഈശ്വര നിയോഗം കൊണ്ട് മാത്രമാണ്. ഞാനൊരു ഹീലറാണ്, ഞാനൊരു ഗ്രാൻഡ് മാസ്റ്ററാണ്, റേക്കി ഗ്രാൻഡ് മാസ്റ്ററാണ്, എസ്ട്രോളജറാണ്, ന്യൂമറോളജിസ്റ്റാണ്. ഇതൊക്കെ എൻ്റെ പദവികളല്ല, ഈശ്വരൻ തരുന്ന ദാനങ്ങളായിട്ട് എനിക്ക് തരുന്നതാണ്. അതിനു വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ജന്മസംഖ്യയും വിധിസംഖ്യയും ഒരുമിച്ച് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് അടുത്തതായി നോക്കേണ്ടത് നാമസംഖ്യയാണ്. നാമസംഖ്യ നമുക്ക് സാധാരണ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്ന് പറയാൻ കാരണം ഈ ജന്മസംഖ്യയോ അല്ലെങ്കിൽ വിധിസംഖ്യയോ എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പേരിടാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതായത് നാമസംഖ്യ അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ കാര്യത്തിൽ 3 വന്നു. വേറൊരു കുട്ടിയുടെ ജാതകം അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ജാതകം എടുക്കാം. ഏതെങ്കിലും ഒരു 25/11/1998. ഈ കുട്ടിയുടെ ജന്മസംഖ്യ നിങ്ങൾക്ക് വളരെ ഈസിയായി പറയാൻ പറ്റും. എത്രയാണ്? 2 + 5 7. ഓക്കെ, ജന്മസംഖ്യ കിട്ടി. ഇനി നമുക്ക് ഈ കുട്ടിയുടെ വിധിസംഖ്യ നോക്കാം. വിധിസംഖ്യ നോക്കണമെങ്കിൽ 2 + 5 + 1 + 1 + 1 + 9 + 9 + 8 = 36. 3 + 6 = 9 എന്നാണ്. അപ്പോൾ 7ഉം 9ഉമാണ് ഇവരുടെ. ഇത് ഒരുപോലെയല്ല വന്നിരിക്കുന്നത്. നാമസംഖ്യ എങ്ങനെ അപ്പോൾ നമുക്ക് തീരുമാനിക്കാം? ഒന്നില്ലെങ്കിൽ 7 ഇടാം, അല്ലെങ്കിൽ 9 ഇടാം. നമ്മൾ കൂടുതലായിട്ടും ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്തിന് അനുബന്ധിച്ച്, അതായത് ജന്മസംഖ്യയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ നാമസംഖ്യ ചെയ്യുന്നത്. അപ്പം നമുക്കിനി നാമസംഖ്യയെക്കുറിച്ച് നോക്കാം. ഏതെങ്കിലും ഒന്ന് മതി. അപ്പം ഇനി നാമം നോക്കാം. മറ്റാരെയും നോക്കണ്ട, എൻ്റെ തന്നെ നോക്കാം. അതിലെ പരൽ സംഖ്യ നോക്കിയിട്ടാണ് നമ്മൾ പറയുക. പരൽ സംഖ്യ അതേതാണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. അതായത് പരൽ സംഖ്യകളിൽ ഒരുപാട് പരൽ സംഖ്യകളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ
അതായത് ഞാനിതിൽ ഇട്ട് തരാം. നോക്കൂ, ഇതിൽ 1 എന്നുള്ളത് നമ്പറിൻ്റെ അവിടെ AIJQY, മനസ്സിലായോ? 2 BKR, 3 എന്നുള്ളിടത്ത് CGLS, 4 DMT. ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകളെ കണക്കാക്കാം. ഇവിടെ നോക്കൂ, ഇനി അജിത എന്നുള്ള പേരാണ് നോക്കേണ്ടത്. A1, J1, I1, T4, H5, A1. അപ്പോൾ നോക്കൂ, 1+1+1+4+5+1 എന്ന് പറയുന്നത് 13 ആണ്. 13 പറയുമ്പോൾ എന്താ ഇതിൻ്റെ സ്ഥിതി? 1+3 = 4. 4 എങ്ങനെയാണ്? അതായത് ജന്മസംഖ്യ 3, വിധിസംഖ്യ 3. പക്ഷെ അജിത 4 പക്ഷേ എന്തുകൊണ്ടോ അന്ന് അച്ഛന് എന്നെ ക്ലാസ്സിൽ ചേർത്തുമ്പോഴും ഒഫീഷ്യൽ നെയിമായിട്ട് SSLC ബുക്കിലൊക്കെ കൊടുക്കുമ്പോൾ മേനോൻ കൂടെ കൂട്ടിയിട്ടു. അപ്പം നമുക്ക് മേനോൻ എന്നുള്ളത് നോക്കാം. 4+5+5+7+5 എന്ന് കൂട്ടുമ്പോൾ നമുക്ക് 26 കിട്ടി. = 2+6 8. നമുക്കപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നോക്കാം. അജിത എന്നുള്ളതിൻ്റെ 4ഉം മേനോൻ എന്നതിൻ്റെ 8ഉം കൂടെ ചേർത്തപ്പോൾ എത്ര കിട്ടി? 12 കിട്ടി. 1+2 = 3. അങ്ങനെ അജിത മേനോൻ എന്നുള്ള ഒഫീഷ്യൽ നെയിമിൽ എൻ്റെ നാമസംഖ്യയും 3 വന്നു. ഇനി ചിലർ ചെയ്യാറുണ്ട്, അവരുടെ വിളിപ്പേര് നമ്മളുടെ വിധിസംഖ്യയ്ക്കോ നാമസംഖ്യയ്ക്കോ അല്ലെങ്കിൽ ജന്മസംഖ്യയ്ക്കോ ഒപ്പമാക്കുക. അതും എനിക്ക് A+J+I = 1+1+1 = 3 എന്നുള്ള നമ്പർ കിട്ടി. അങ്ങനെ എൻ്റെ പേരും ഞാൻ പോലും അറിയാതെ ഞാൻ ഈ അച്ഛൻ ഈ പേരിടുന്ന സമയത്ത് അജിത എന്നിട്ടു. പിന്നീട് വിളിപ്പേര് അജി എന്നായിരുന്നു. പക്ഷേ ഒഫീഷ്യലായിട്ട് ഇടുമ്പോൾ അവർ മേനോൻ കൂട്ടിയത് കൊണ്ട് എനിക്ക് എല്ലാ സംഖ്യയും 3 വന്നു. പിന്നെ എനിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അതൊരിക്കലും ഒരു തോന്നലായിരുന്നില്ല. എന്നെ അജിത എന്ന് വിളിക്കുന്ന ഫ്രണ്ട്സുകളൊക്കെ ആണെങ്കിൽ അവരുമായി ഞാൻ അറിയാതെ അകന്നു പോയിരുന്നു. ഇനിയോ ഞാൻ അറിയാതെ എൻ്റെ ഭാഗ്യ നമ്പറായി ഞാനതിനെ അഥവാ ഡ്രൈവർ നമ്പർ, കണ്ടക്ടർ നമ്പർ എന്ന് പറയുന്ന ജന്മസംഖ്യ വിധിസംഖ്യ എല്ലാം 3 മാറ്റിയപ്പോൾ ഞാൻ പോലും അറിയാതെ മറ്റൊരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. കാരണം 3 എന്നുള്ളത് വ്യാഴത്തിൻ്റെ നമ്പറാണ് എന്ന് അറിയാത്ത കാലഘട്ടത്തിൽ മഞ്ഞ നിറത്തിനെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. മഞ്ഞ നിറം അങ്ങനെ എൻ്റെ ഭാഗ്യനിറമായി. ഞാൻ പോലും അറിയാതെ പല കാര്യങ്ങളിലും എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോഴൊക്കെ മഞ്ഞ നിറത്തിന് പ്രാധാന്യം കൊടുക്കാനായി തുടങ്ങി. മനസ്സിലായോ? നമ്മളുടെ വിധിസംഖ്യയും ജന്മസംഖ്യയും നാമസംഖ്യയും എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നുവെന്ന്. മറ്റൊരു അറിവ് കൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ദിലീപ്, മഹിമ നമ്പ്യാർ, റോമ തുടങ്ങിയ സിനിമാ താരങ്ങളും പ്രമുഖരായ ചില രാഷ്ട്രീയ നേതാക്കളും അവരുടെ പേര് മാറ്റിയതായിട്ട് ശ്രദ്ധയിലുണ്ട്. പലവരും ചോദിച്ചൊരു ചോദ്യമാണ്, ഇതുവരെയുള്ള നമ്മുടെ പേരുകൾ എങ്ങനെയാണ് മാറ്റുക? പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്കിതിനെ മുന്നേറാനായി സാധിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് അയച്ചു തരുമോ? നിങ്ങളുടെ പേരും ഞാനത് നോക്കി പറഞ്ഞു തരാം. പുതിയ പേര് ഗസറ്റിൽ കൊടുത്തുകൊണ്ട് നമുക്കതിനെ സ്ഥിരീകരിക്കാനായി സാധിക്കും. പുതിയ തലമുറയ്ക്കെങ്കിലും ഒരു ഗുണമുണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വീഡിയോ എങ്ങനെ മനസ്സിലായെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ലാംഗ്വേജിൻ്റെ പ്രശ്നം, ശൈലി എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഓരോ നമ്പറിൻ്റെയും ഊർജം, അതേതേത് ഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നു, അതെന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, അങ്ങനെ നമ്പർ വൈസ് ടാറോട്ട് പോലെ പറഞ്ഞു തരാൻ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.